ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവാങ്കോട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ദിവാങ്കോട്ടിന്റെ കാല് പൊള്ളിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടത്തിനും കൂടി പിടുത്തം കിട്ടുന്ന രീതിയിലാണ് ഇത് പൊള്ളിക്കുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും കുടുംബ വെട്ടിയിട്ട് ഇവിടെ അവിടെ കയറ്റലാണ്. നമ്മൾ ഈ ചട്ടത്തിനും കൂടി സപ്പോർട്ട് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചട്ടത്തിനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ കാലിന് ഒരിക്കലും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഇളക്കോ ദിവാങ്കോട്ടിന് വരില്ല കേട്ടോ. അതിന് ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിവിടെ വെട്ടി കയറ്റിക്കാണ് കേട്ടോ. ചട്ടത്തിമ്മയ്ക്ക് പിടുത്തത്തിനും വേണ്ടിയിട്ട് വെട്ടി കയറ്റിയിട്ടാണ് എന്നിട്ടോ. ഓക്കെ, അപ്പം നമ്മളെ ദിവാങ്കോട്ട് കൊത്താണ്. നമ്മൾ റിയാസാണ് കൊത്തുന്നത്. അടിപൊളിയായിട്ട് കൊത്തുന്നുണ്ട്. നമ്മളെ സ്ഥിരം കൊത്തുപണിക്കാരനാണ്. സൂപ്പറായിട്ട് കൊത്തും ആള്. ഇതാണ് നമ്മളെ ദിവാങ്കോട്ട് കേട്ടോ. ഫുൾ കാതലാണ്. പോളിഷ് ചെയ്യണതിൻ്റെ മുന്നെയാണ്. ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ഈ അരുഭാഗത്ത് കണ്ടോ, ഇത് ചെറിയൊരു വെള്ളം മാത്രമേ ഉള്ളൂ. അത് പലക വീതി കളയണ്ട വിചാരിച്ചിട്ട്, വേറൊരു പലക ജോയിൻ്റ് ആക്കണ്ട വിചാരിച്ചിട്ട് അതെടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ അടിഭാഗവും കാതലാണ്. കണ്ടില്ലേ, റീപ്പറും കൂടിയും കാതലടിച്ചിട്ടുള്ളത് കേട്ടോ. ഫുൾ കാതിൽ സാധനമാണ്. നമ്മൾ റഷീദാണ് നമ്മളെ കുഷ്യന ചെയ്യണത്. നമ്മളെ സ്ഥിരം പണിക്കാരനാണ്. സാധാരണ ഇങ്ങനെയാണ് കുഷ്യൻ ചെയ്യുക. ഇതിന് ജോയിന്റ് ഇല്ലാതെ നമ്മൾ ഫോം എടുത്തിട്ടുള്ളത്. വളവിന് മാത്രമേ ജോയിന്റ് വരുള്ളൂ. നമ്മളെ ദിവാങ്കോട്ടിന്റെ കുഷ്യനടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ദിവാങ്കോട്ട്. ഇതാണ് ദിവാങ്കോട്ട്. നമ്മൾ 5.5 അടി ഉള്ളു വെച്ചിട്ടുണ്ട് കേട്ടോ. 5.5 അടീൻ്റെ പുറത്തേക്കാണ് ചാര് വെച്ചിട്ടുള്ളത്. അതേ ഹൈറ്റ് ഒന്നും വേണ്ട പറഞ്ഞു പാർട്ടിക്കാർ. കസ്റ്റമേഴ്സ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഫുൾ കാതലാണ് ഈ സാധനം. ഇതാണ് ദിവാങ്കോട്ട്. ഒരാൾക്ക് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കാട്ടോ. എനിക്കൊക്കെ സിമ്പിളായിട്ട് കിടക്കാം. വളവിൻ്റെ ഒടിക്ക് അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ ദിവാങ്കോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ദിവാങ്കോട്ട് 24 ഇഞ്ച് ഉണ്ടാവുള്ളൂ. ഇത് 27 ഇഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 രൂപ വരുന്നതാണ്. ഒരു മീറ്ററിന് 400 രൂപ വില വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു 3.5 മീറ്ററോളം തുണി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സീറ്റിന് 40 ഡെൻസിറ്റി ഉള്ള 4 ഇഞ്ചിന്റെ ഫോമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഇതിന്റെ ചാറിന് 40 ഡെൻസിറ്റി ഉള്ള 3 ഇഞ്ച് ഫോമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കിടക്കതുമേ അതെല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ അധികം ഹൈറ്റ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേട്ടോ.